വെൽക്കം ടു ഗ്രേഡിയൻറ്റ് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തെന്താ ചെയ്യാനുള്ളത്? ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള ലെറ്റസ് അസസ് ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നോട്ട് കിട്ടാനുള്ള ലിങ്കും അതായത് ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ മുകളിലായിട്ട് വീഡിയോയിൽ മുകളിൽ നമ്പർ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. മാക്സിമം മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത്. മെസ്സേജിന് റിപ്ലൈ ഉടനെ കിട്ടിയില്ലെങ്കിലും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷനുള്ള ഏതാണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ടേം പോർഷൻ ഏതാണ്ട് എക്സ്പെക്റ്റഡ് പോർഷനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഏതാണ്ട് നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. സോ ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് റിവിഷനും മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ആ രീതിക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിവിഷൻസും നമുക്ക് പഠിക്കാനായിട്ടുള്ള മാക്സിമം ട്രിക്കുകളും ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ പോയിട്ട് ഈ പറയുന്ന ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നല്ല അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ തുടങ്ങാമല്ലോ. ഒരു കാര്യം കൂടെ പറയുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഓക്കെ, പാർട്സ് ഓഫ് എവല്യൂഷൻ നിങ്ങൾ നല്ലോണം പഠിച്ച് കഴിഞ്ഞിട്ട് മതി ഈ പറയുന്ന ചോദ്യങ്ങൾ നോക്കാൻ. നിൽക്കുന്നതിന് മുമ്പേ ചാടി കയറി നോക്കാൻ നിൽക്കേണ്ട. ഓക്കെ, അതുകൊണ്ട് യൂസ് ഇല്ല. പഠിച്ചതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും ചോദ്യം ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കി. 2 illustrations related to human evolutions are given below. Based on the theory of natural selection, find out the answer on ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ. കറക്റ്റ് വൺ കണ്ടുപിടിച്ച് റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എയിൽ പറഞ്ഞേക്കുന്നത് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്, അതിൽ നിന്നും മങ്കിയും ഹ്യൂമനും ഉണ്ടായി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ബിയിലാണെങ്കിൽ പറഞ്ഞേക്കുന്നത് മങ്കിയിൽ നിന്ന് നേരെ ഹ്യൂമൻ ഉണ്ടായി എന്നാണ്. നമ്മൾ പറയുമ്പം പറയാറുണ്ടല്ലേ, കുരങ്ങനിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായതെങ്കിലും കറക്റ്റ് കുരങ്ങനിൽ നിന്ന് രൂപമാറ്റം വന്നുണ്ടായതൊന്നും അല്ല മനുഷ്യൻ, അല്ലേ? കുരങ്ങനും മനുഷ്യനും ഏതാണ്ട് ഒരു ആൻസിസ്റ്ററാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്ത തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനകത്ത് ഉള്ളത്. സോ കറക്റ്റ് എന്ന് പറയുന്നത് ആൻസർ എ ആണ്. ഓക്കെ, ഡയഗ്രാം എ ആണ് എന്ത് കറക്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഹ്യൂമനും മങ്കിയും ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ആണ്. ഓക്കെ, ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്. ഓക്കെ, അതായത് സ്പീഷീസ് ആർ ഇവോൾവ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം എ ഷെയർഡ് ആൻസിസ്റ്റർ ത്രൂ ഗ്രാജുവൽ ചേഞ്ചസ് ആൻഡ് അഡാപ്റ്റേഷൻ ഓവർ ടൈം. അല്ലേ, ഒന്നിൽ നിന്ന് ഏത് സ്ഥലത്താണോ എത്തിപ്പെടുന്നത്, ഏത് സാഹചര്യത്തിലാണോ എത്തിപ്പെടുന്നത്, അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് മാറ്റങ്ങൾ വന്ന് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്പീഷീസായിട്ട് മാറുന്നു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ബിക്കകത്താണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഹ്യൂമൻസ് മങ്കിയിൽ നിന്നാണ്. അതെന്താണ്? അതൊരു മിസ്കൺസെപ്ഷനാണ്, അതൊരു തെറ്റാണ്. രണ്ടാമത്തെ ചോദ്യം, ഓൾദോ ഡോൾഫിൻസ് ഹാവ് എ ലാർജർ ബ്രെയിൻ ദാൻ ദാറ്റ് ഓഫ് ഹ്യൂമൻസ്. നമ്മൾ ഇവല്യൂഷൻ പറഞ്ഞു തുടങ്ങിയപ്പോഴും ബ്രെയിനിലോട്ട് എത്തിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അല്ലേ? നമ്മളിൽ നിന്നും കുരങ്ങന്മാരും ഒക്കെ നോക്കിയപ്പോൾ നമ്മുടെ ക്രേനിയൽ കപ്പാസിറ്റി, നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടുതലായിരുന്നു. പക്ഷേ അതിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തന്നേക്കുന്നത്. അതായത് ഡോൾഫിനൊക്കെ നമ്മളെക്കാളും വലിയ ബ്രെയിനാണ് ഉള്ളത്. പക്ഷേ എന്താണ്? ലെവൽ ഓഫ് തിങ്കിങ്ങും ലാംഗ്വേജ് സ്കിൽസും സോഷ്യൽ റിലേഷൻഷിപ്പും നമുക്കാണ് കൂടുതൽ. എന്തുകൊണ്ടായിരിക്കാം? അത് സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ വെച്ചുകൊണ്ടും ഇൻഫ്ലുവൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ വെച്ചുകൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ബ്രെയിനിൻ്റെ വലിപ്പത്തിന് സ്ഥാനമുണ്ട്. പക്ഷേ ഡോൾഫിൻ്റെ നമ്മളെ നോക്കുമ്പോൾ പ്രശ്നം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മുടെ നിയോ കോർട്ടെക്സും അതുപോലെ നമ്മളെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സും ഒക്കെ ബ്രെയിനിൻ്റെ ഭാഗങ്ങളാണ്. അതെന്താണ്? ഹൈലി ഡെവലപ്ഡ് ആണ്. അതിനകത്ത് ഈ പറയുന്ന കൺവല്യൂഷൻസ്, അവരിങ്ങനെ ചുളിഞ്ഞിരിക്കുന്ന സാധനമല്ലേ, അതൊക്കെ നമുക്ക് ഭയങ്കര കൂടുതലാണ്. അതുള്ളത് കൊണ്ട് നമുക്ക് ലേണിങ്ങിനും അതുപോലെ തന്നെ എന്താണ് തിങ്കിങ്ങിനും സ്പീക്കിങ്ങിനും ഒക്കെ കൂടുതൽ സ്കില്ല് അല്ലെങ്കിൽ ബെറ്റർ ആണ് ആരെക്കാളും നമ്മൾ ഡോൾഫിൻസിനേക്കാൾ. അപ്പോൾ സ്ട്രക്ചർ, വലിപ്പം എന്നുള്ളത് ഫാക്ടർ ശരിയാണെങ്കിലും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഡോൾഫിൻസിൻ്റെ ബ്രെയിനേക്കാളും കുറച്ചുകൂടെ എന്താണ് ഹൈലി ഡെവലപ്ഡ് ആണ്. ഡോൾഫിൻസ് സ്മാർട്ടാണ് മൃഗങ്ങളെ വെച്ച് നോക്കും, പക്ഷേ എന്തായിരിക്കും, ഇറ്റ് ഈസ് നോട്ട് ആസ് വെൽ ഡെവലപ്ഡ് ഫോർ ലാംഗ്വേജ് ആൻഡ് റീസണിങ് ആസ് ദ ഹ്യൂമൻ ബ്രെയിൻ. നമ്മളെപ്പോലെ അത്രത്തോളം ഡെവലപ്ഡ് അല്ല. ഓക്കെ, ഇനി നാച്ചുറൽ സെലക്ഷൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പറയാം. കാരണം നാച്ചുറൽ എപ്പോഴും സെലക്ട് ചെയ്യുന്ന എന്തായിരിക്കും? സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസുകളെ ആയിരിക്കും, അല്ലേ? അപ്പോൾ മനുഷ്യന്മാർ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും അതുപോലെ കോംപ്ലക്സ് സൊസൈറ്റി ലീവ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്? അന്നത്തെ സ്ട്രഗിളുകളൊക്കെ മാറി അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ തവണയും നാച്ചുറൽ സെലക്ട് ചെയ്യുന്നത് ബെസ്റ്റ് ഓപ്ഷൻസിനെയാണ്. അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ബ്രെയിനും അതനുസരിച്ച് എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു, അല്ലേ? ബ്രെയിനിൻ്റെ കഴിവ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും
പറ്റുമെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങളിൽ പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, നന്നായി വായിക്കുന്നതിലൂടെ, പ്രോപ്പർ റെസ്റ്റ് എടുക്കുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ്റെ സ്കില്ല് കൂടും. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ജനറേഷൻ കഴിയും തോറും നമ്മൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മുടെ ബ്രെയിൻ അത്രത്തോളം ഡെവലപ്പായി. നേരെ മറിച്ച് ഡോൾഫിൻസ് എന്ന് പറയുന്നത് വാട്ടർ സർവൈവ് ചെയ്യുന്നതാണ്. അതിന് നമുക്കുണ്ടാകുന്ന അത്രയും ചലഞ്ചസ് ഉണ്ടാവാത്തത് കൊണ്ട് എന്ത് പറ്റി, ദേ ഡിഡ് നോട്ട് നീഡ് ദ അഡ്വാൻസ്ഡ് ലാംഗ്വേജ് ഓർ ടൂൾസ് ലൈക്ക് ഹ്യൂമൻസ്. അല്ലേ, നമ്മളെ പോലെ അഡ്വാൻസ്ഡ് ഈ രീതികളൊന്നും അതിനാവശ്യമില്ല. അതിൻ്റെ സിറ്റുവേഷനിൽ ജീവിക്കാൻ അത് ആവശ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അത് നമ്മളെപ്പോലെ തന്നെ എന്ത് ചെയ്തേനെ, ഡെവലപ്പ് ചെയ്തേനെ. അതല്ലേ നാച്ചുറൽ സെലക്ഷനിൽ പറയുന്നത്, എവിടെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. സെറ്റാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് കൺക്ലൂഷൻ പറയാൻ പറ്റും, ഡോൾഫിൻസിൽ നമ്മളെക്കാളും ബിഗ്ഗർ ബ്രെയിൻ ഉണ്ടെങ്കിലും നമ്മളുടെ കൂടുതൽ അഡ്വാൻസ്ഡും നമ്മൾ കൂടുതൽ ഇൻ്റലിജൻസുമാണ്. അത് സ്ട്രക്ചർ കൊണ്ടും എവല്യൂഷൻ കൊണ്ടും ആണ് സംഭവിച്ചത്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇപ്പോൾ ചോദ്യത്തിൽ പറയുന്നത്, റീഡ്രോ ദ ഫിഗർ ഓഫ് ദ ന്യൂറോൺ ആൻഡ് ലേബിൾ ദ ഫോളോയിങ് പാർട്സ് ബൈ റൈറ്റിംഗ് ദെയർ നെയിംസ്. ഇത് ബുക്കിലോട്ട് വരച്ചിട്ട് താഴെ പറയുന്ന പാർട്സ് ഏതൊക്കെയെന്ന് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് ഓഫ് ദ ന്യൂറോൺ ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. അടുത്തുള്ള ന്യൂറോണിൽ നിന്നും റിസീവ് ചെയ്യുന്ന ആരാണ്? അത് ഡെൻഡ്രൈറ്റുകളാണ്. സ്ട്രക്ചർ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. പാർട്ട് ദാറ്റ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്സോണിൻ്റെ ഈ പറയുന്ന എൻഡാണ് അല്ലേ, അത് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. അതാണ് അസറ്റൈൽ കൊളൈൻ പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. ന്യൂറോണിൻ്റെ മെസ്സേജ് ട്രാൻസ്മിഷൻ രീതിയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. പാർട്ട് ദാറ്റ് ആക്ട് ആസ് എ ഇൻസുലേറ്റർ അല്ലെ, ഇൻസുലേറ്റർ ആക്ട് ചെയ്യുന്ന ഈ പാർട്ടാണ് അല്ലേ, അതിനാണ് എന്ത് വിളിക്കുന്നത്, മൈലിൻ ഷീറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മൈലിൻ ഷീറ്റ് എന്ന് വിളിക്കുന്നത്. സെറ്റാണ്, സംശയമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചിട്ട് വന്ന് കാണുന്ന കുട്ടിക്ക് ഇത് സിമ്പിളാണ്. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ക്ലാസ് എടുക്കുന്ന പോലെയല്ല, വീഡിയോ ലെങ്ത് ആയിട്ട് പോകത്തില്ല. നിങ്ങളുടെ ഡേറ്റ എന്തിനാണ് കളയുന്നത്? നമുക്ക് ഡേറ്റയൊക്കെ ഭയങ്കര പ്രീഷ്യസ് അല്ലേ. അപ്പോൾ നോക്കി, ഡാർവിൻ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ വേരിയേഷൻ ഈവൻ ദോ ഹി ആർഗ്യൂഡ് ദാറ്റ് വേരിയേഷൻസ് ഒക്കർ കണ്ടിന്യൂസ്ലി ഇൻ ഓർഗാനിസംസ്. അതായത് ഡാർവിൻ അറിയാമായിരുന്നു ഓർഗാനിസങ്ങളിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്, എവല്യൂഷൻ നടക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ കാരണം പറയാൻ പറ്റിയില്ല. എന്നാൽ നിയോ ഡാർവിനിസമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണ്, കാരണം ഡാർവിൻ്റെ ഈ പറയുന്ന നമ്മുടെ തിയറി ഓഫ് എവല്യൂഷൻ്റെ ഒരു മോഡേൺ വെർഷനാണ് എന്തെന്ന് പറയുന്നത്, നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് വേരിയേഷൻ്റെ കാരണമായിട്ടുള്ള കാര്യങ്ങൾ, ഫോർ നമ്മുടെ മെൻ്റലിൻ്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, മ്യൂട്ടേഷൻ്റെ തിയറികൾ, ജനറ്റിക് റീകോമ്പിനേഷൻ, അതുപോലെ ജീൻ ഫ്ലോ എല്ലാം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാ സംഭവം എന്ന് പറയുന്നത്. ഈ ഡാർവിൻ്റെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഇന്നറിയാം എന്താണ് ഈ ട്രൈറ്റുകൾ പാരൻസിൽ നിന്ന് കുട്ടികളോട് പാസ് ചെയ്യും. മെൻ്റലിൻ്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. മ്യൂട്ടേഷൻ സംഭവിക്കും അല്ലെ, പെട്ടെന്ന് ഉള്ള ചേഞ്ചസിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ജനറ്റിക് റീകോമ്പിനേഷൻ അല്ലെ, മിയോസിസ് നടക്കുന്ന സമയത്ത് ക്രോസിംഗ് ഓവർ നടക്കും, അത് കാരണം പുതിയ വെറൈറ്റീസ് ഉണ്ടാവും, പഠിച്ചതാണ്. അതുപോലെ എന്താണ്, പുതിയ ജീനുകൾ ഈ പറയുന്ന എന്താണ് സൊസൈറ്റിയിലോട്ട് ട്രാവൽ ചെയ്ത് പോകും. അതായത് ഈ എന്താണ് എവല്യൂഷനിലൂടെ എന്ത് പറ്റുന്നു, പുതിയ ഈ പറയുന്ന മ്യൂട്ടേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ വേരിയേഷൻസ് പാസ് ഓൺ ചെയ്ത് പോകുന്നു, അങ്ങനെ ജീൻ ഫ്ലോ സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആരുടെ കാലത്ത്, ഡാർവിൻ്റെ കാലത്ത് അറിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് നമ്മൾ ടെക്നോളജി മാറിയപ്പോൾ നമ്മൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തു. സോ നിയോ ഡാർവിനിസം സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് ദ വേരിയേഷൻ ത്രൂ ജനറ്റിക് മെക്കാനിസംസ് ഫില്ലിംഗ് ദ ഗ്യാപ്പ് അല്ലെ, ആ പറയുന്ന ആ ഒരു വിടവ് നികത്തുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് എന്ത് പറ്റി, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കിട്ടി. ഓക്കെ അല്ലേ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാമല്ലോ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എന്തോ ഒന്ന് ഡിഫറൻറ്റ് ബോഡി പാർട്ടിലോട്ട് പോകുന്നു. ഡിഫറൻറ്റ് ബോഡി പാർട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് വരുന്നു. എന്താണ് ഈ നെർവ്? എയും ബിയും ഏത് നെർവുകളെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ, സെൻട്രൽ നെർവസ് സിസ്റ്റം ബോഡി പാർട്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മോട്ടോർ നെർവ് വഴിയും, ബോഡി പാർട്ട് തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത് സെൻസറി നെർവ് വഴിയാണ്. ബേസിക് ഡയറക്റ്റ് ചോദ്യമാണ്, ഇതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല അല്ലേ. മെസ്സേജുകൾ എന്ത് ചെയ്യുന്നു, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഈ പറയുന്ന മസിലോട്ടും ഗ്ലാൻഡിലോട്ടും കൊണ്ടുപോകുന്നത് മോട്ടോർ മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന മോട്ടോർ ന്യൂറോൺ ആണെന്നും നമ്മൾ ആർക്കൊക്കെ പഠിച്ചല്ലേ. അടുത്ത് മെസ്സേജ് തിരിച്ച് ക്യാരി ചെയ്യുന്ന ആരാണ്, സെൻസറി ന്യൂറോൺ ആണെന്നും അറിയാം. ബി പാർട്ട് ചോദിച്ചിട്ടുള്ളത്, ആർ മെസ്സേജസ് ബീങ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിൽ മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലേ. എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വെച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ സെൻസ് ചെയ്യുന്നു, ആ സെൻസ് ചെയ്യുന്നത് സെൻസറി ന്യൂറോൺ ഡിറ്റക്ട് ചെയ്തിട്ട് സ്റ്റിമുലസ് ആക്കിയിട്ട് എങ്ങോട്ട് അയക്കുന്നു, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് അയക്കുന്നു. അവിടെ വെച്ചാണ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും അതെന്ത് ചെയ്യുന്നതും സിഗ്നലായിട്ട് മാറി തിരിച്ചെങ്ങോട്ട് വരുന്നതും ഈ പറയുന്ന നമ്മുടെ മോട്ടോർ ന്യൂറോൺ വഴി ബോഡിയിലോട്ട് എത്തുന്നതും. സോ അത് കമ്മ്യൂണിക്കേറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, എ ടേബിൾ ദാറ്റ് ഇൻക്ലൂഡ് ദ പാർട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ഈസ് ഗിവൺ ബിലോ. അറേഞ്ച് കോളം ബി അപ്രോപ്രിയേറ്റ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. മാച്ച് ദ ഫോളോയിങ് ആണ്. സെൻട്രൽ കനാലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണുമ്പോൾ അറിയാം എന്താണ്,
സെൻട്രൽ കനാലിനകത്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. സോ ഫ്ലൂയിഡ് പ്രസൻറ്റ് ദെയർ നറിഷസ് ദ സ്പൈനൽ കോഡ് സെറ്റ്. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂറോൺസ് വിത്ത് മൈലിൻ ഷീറ്റിനെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഡോഴ്സൽ റൂട്ട് എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്, അല്ലെ സ്പൈനൽ കോഡിലോട്ട് ഇമ്പൾസ് കൊടുക്കുന്നതാണ് ഡോഴ്സൽ റൂട്ട് ചെയ്യുന്നത്. ഗ്രേ മാറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടു വരുന്നില്ല, അപ്പോൾ ഇതായിരിക്കും സെൽ ബോഡി ഓഫ് ദ ന്യൂറോൺസ് ആർ ന്യൂമറസ്, അല്ലേ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ടൈപ്പ് വരുമ്പോഴാണ് ഇതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എയിൽ ഫ്ലൂയിഡ്, സെൻട്രൽ കനാലിൽ ഫ്ലൂയിഡാണ്. വൈറ്റ് മാറ്റർ എന്ന് വെച്ചാൽ മൈലിൻ ഷീറ്റുള്ള ന്യൂറോൺസ് ആണ്. ഡോഴ്സൽ റൂട്ട് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ് കൊടുക്കുമ്പോൾ ഗ്രേ മാറ്റർ എന്ത് ചെയ്യും? സെൽ ബോഡി ഓഫ് ദ ന്യൂറോൺസ് ആണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യം, based on the information obtained from the fossils, some human ancestors and their characteristics are given below. Find the rearrange them. അതാണ് പരിപാടി. ഹോമോ ഹാബിലസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? നമ്മളൊരു പ്രത്യേകം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ചോദ്യം വരുമെന്ന്. ഹോമോ ഹാബിലസ് എന്താ ചെയ്യുന്നത്? ആദ്യമായിട്ട് ടൂൾസ് ഉണ്ടാക്കിയത്, അല്ലേ മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ് യൂസിങ് ദെയർ ഹാൻഡ് ആണ് ഹോമോ ഹാബിലസിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പഠിച്ചത്. അടുത്ത് ഹോമോ നിയാൻഡർതാൽസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്തു? ബറി ചെയ്തിരുന്നു. പഠിച്ച കുട്ടിക്ക് ഇത് ഓർമ്മ വരുള്ളൂ, അല്ലാത്തവൻ്റെ കിളി പറക്കും. പഠിച്ചിട്ട് വാ. ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ബൈപെഡലിസം കാണിച്ചതാണ്, അല്ലേ? എന്താണ്? സ്കെലിറ്റൽ സ്ട്രക്ചർ കൺഫോമിങ് ബൈപെഡലിസം. ഹോമോ ഇറക്ടസ് ആണെങ്കിൽ എന്തായിരിക്കും? അപ്രൈറ്റ് ആയിട്ട് എണീറ്റ് നിന്നത് ഇവരാണ്. സോ ഓപ്ഷൻസിനകത്ത് നമുക്കറിയാം 1ൻ്റെ ഓപ്ഷനായിട്ട് വരുന്ന ഏതാണ്? 3 ആണ്. അപ്പോൾ 1, 3 വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. 2 ഹോമോ നിയാൻഡർതാൽസ് എന്താ ചെയ്തത്? ഡെഡ് ബോഡിയാണ് എന്ത് ചെയ്തത്? ഒരു സെക്കൻഡേ. ഓക്കെ, അടുത്ത് ആസ്ട്രോപിത്തേക്കസ് നോക്കിയേ. അപ്പോൾ 2 ഏതാണ്? എ ആണ്. 2, 1 വരുന്നു. 2, 1 വരുന്നു, അല്ലേ? ബിയുടെ ഓപ്ഷൻസ് ഏതാ വരുന്നത്? 1 വരുന്നു. അപ്പോൾ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നു, അല്ലേ? ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നു. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കിയേ. എക്സാമിൻ ദ ഇൻഫർമേഷൻ മെൻഷൻഡ് ഓൺ ദ ബോക്സസ് ലേബിൾഡ് PQRS. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ അസോസിയേറ്റഡ് വിത്ത് ദം ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ശരി. ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സെൻസറി എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, റിലേസ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്, കൺട്രോൾ ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ ചെയ്യുന്നത്, ഓരോ പാർട്ട് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ പിയുടെ ഉത്തരം ഹൈപ്പോതലാമസ് വരുന്നത് ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ബാക്കി അറിയില്ലെങ്കിൽ നമുക്ക് സി ആണ് ഉത്തരം എന്ന് പറയാൻ പറ്റും, എങ്കിലും നോക്കാം. പ്രൊവൈഡ് സെൻസറി എക്സ്പീരിയൻസ് ആരാണ്? സെറിബ്രമാണ്. റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത് തലാമസ് ആണ്. കൺട്രോൾ ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ എന്ന് പറയുന്നത് പോൺസ് ആണ്. സോ കറക്റ്റ് ഉത്തരം സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ തെറ്റായിട്ടാണ് ഡി എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ നോട്ട് നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ സി ആക്കിക്കോളാം. ഓക്കെ, ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ 9ാമത്തെ അവസാനത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് ഇൻ ദ അപ്രോപ്രിയേറ്റ് കോളം. ഓൺലി ലോങ് നെക്ഡ് ജിറാഫുകൾ മാത്രം സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞ ആരാണ്? അത് ഡാർവിനിസത്തിലാണ്, അല്ലേ? കാരണം ഡാർവിനാണ് പറഞ്ഞത് കഴുത്ത് ലെങ്ത് കുറഞ്ഞ കഴുത്തുള്ള ജിറാഫ് ഉണ്ടായിരുന്നു, ലെങ്ത് കൂടിയ കഴുത്തുള്ള ജിറാഫും ഉണ്ടായിരുന്നു. അതിൽ ലെങ്ത് കൂടിയ ജിറാഫുകൾ സർവൈവ് ചെയ്തു, കാരണം മരത്തിൻ്റെ മുകളിലാണ് ഇലകളുള്ളത് കൊണ്ട്. അപ്പോൾ അത് പറഞ്ഞത് ഡാർവിനിസത്തിലാണ്. യൂസും ഡിസ്യൂസും കൊണ്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് ലാമാർക്കാണ്. നാച്ചുറൽ സെലക്ഷനെ പറ്റി പറഞ്ഞത് ഡാർവിനാണ്. വേരിയേഷൻ അക്വയർഡ് ഇൻ ദ ലൈഫ് സ്പാൻ ട്രാൻസ്ഫർ ആവുമെന്ന് പറഞ്ഞ ലാമാർക്കാണ്. ത്രൂ കണ്ടിന്യൂസ് യൂസ് ജിറാഫിനെ നെക്ക് ഇലോങ്ങേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ലാമാർക്കാണ്. ഇൻഹെറിറ്റൻസിനെ പറ്റിയും വേരിയേഷനെ പറ്റിയും പറഞ്ഞത് ഡാർവിനാണ്. സോ ഞാനതിവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. തീരുന്നില്ല. ഇവിടുന്ന് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ള ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഇനേബിൾ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.